കർക്കിടകം കഴിയാൻ പോകുന്നു. ഇതുവരെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നോർത്ത് വിഷമിക്കുന്നവർ ഓടിപ്പോയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ഇലക്കറികൾ കഴിക്കുക. വെൽക്കം ബാക്ക് ടു ബെറ്റർ ഫുഡ് റൂൾസ്. ഞാനൊരു ഫുഡ് സേഫ്റ്റി പ്രൊഫഷണലാണ്. ഞാനിന്ന് കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന ചില ഇലകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. ഇലക്കറികൾ പ്രത്യേകിച്ചും വളരെയധികം മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന ഈ ഇലകളിൽ ഒന്നോ രണ്ടോ എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. തോരനായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ കൂടെ കുക്ക് ചെയ്ത് കഴിക്കുന്ന അതായിരിക്കും നല്ലത്. കർക്കിടകം കഴിഞ്ഞാലും ഇലക്കറികൾ നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഇങ്ങനെ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മിക്കവർക്കും അറിയുന്ന കാര്യമാണ്, വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നു, ഒരുപാട് അസുഖങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വാതരോഗങ്ങൾ കൂടുതലായിരിക്കും, ഇൻഫ്ലമേഷൻ, ജോയിൻറ്റ് പെയിൻ ഒക്കെ കൂടുതലായിരിക്കും. ഞാൻ തന്നെ കുറച്ച് ആരോഗ്യം സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു സമയത്ത് ഇടയ്ക്കെങ്കിലും ജോയിൻറ്റ് പെയിൻ, ബോഡി പെയിനൊക്കെ വരാറുണ്ട്. അതുപോലെ ഈ സമയത്ത് കൂടുതലായിട്ട് അലർജിയോ ആസ്തമ അല്ലെങ്കിൽ കഫം അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനൊരു കാരണം മഴക്കാലം തുടങ്ങുമ്പോൾ നമ്മുടെ വീടിനകത്തൊക്കെ ഫർണിച്ചറിലൊക്കെ പൂപ്പൽ ചെറിയ രീതിയിലെങ്കിലും ചിലപ്പോൾ കണ്ണിൽ കാണാൻ സാധിക്കാത്ത രീതിയിൽ പൂപ്പലൊക്കെ വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അലർജി പോലെയുള്ള അസുഖങ്ങളോ കഫമോ കൂടുതലായിട്ട് ഉണ്ടാക്കും. പനി മുതലായ ജലദോഷമൊക്കെ ഈ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം പണ്ട് മുതലേ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഈ സമയത്ത് കുറച്ച് ഇലക്കറികളെങ്കിലും എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമാക്കാറുണ്ട്. അപ്പോൾ ഈ ഇലക്കറികൾ വളരെ എളുപ്പത്തിൽ തന്നെ ലഭ്യമാകുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. പാകം ചെയ്യാനും പൊതുവെ എളുപ്പമുള്ളതാണ്. മഴക്കാലത്ത് ഇലക്കറികൾ അധികം കഴിക്കാൻ പാടില്ല, അത് ദോഷമാണ് എന്ന് ഒരു വാദം ഉണ്ട്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, മഴക്കാലത്ത് പൊതുവേ ഇലക്കറികളിലും പൊതുവേ പച്ചക്കറികളിലൊക്കെ ധാരാളമായിട്ട് ചെളിയും വെള്ളമൊക്കെ അടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഈ ബാക്ടീരിയ ഒക്കെ വളരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചക്കറികളും ഇലക്കറികളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എപ്പോഴും പാകം ചെയ്ത് കഴിക്കുക. കഴിയുന്നത് ഈ ഒരു സമയത്ത് സാലഡുകളായിട്ട് അധികം കഴിക്കാത്തതായിരിക്കും നല്ലത്. ഇനി ഇലക്കറികൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും രാവിലെയോ ഉച്ചയ്ക്കോ കഴിക്കാൻ നോക്കുക. രാത്രിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ ലിസ്റ്റിലുള്ള ആദ്യത്തെ ഇലക്കറി ചീരയാണ്. ചുവപ്പ് പച്ച രണ്ട് ചീരയും ഒരുപോലെ നല്ലതാണ് ഈ സമയത്ത്. ചീര നമുക്ക് വാങ്ങാൻ ധാരാളമായിട്ട് കടകളിൽ തന്നെ കിട്ടും. ഇനിയിപ്പം വിഷമുള്ള ചീരയാണെന്ന് പേടിയുണ്ടെങ്കിൽ നമുക്ക് ചീരയുടെ വിത്ത് വാങ്ങിയിട്ട് പാകി മുളപ്പിച്ച് കഴിക്കാം. ഒരുപാട് വലുതാവാൻ നിൽക്കണമെന്നൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ ഇലകൾ നമുക്ക് കഴിക്കാം. മൈക്രോ ഗ്രീൻസ് ആയിട്ട് ചീര വളർത്തിയെടുക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ചീരയിലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളേറ്റ് തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചീര ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വയറിന് നല്ലതാണ്. നന്നായിട്ട് വേവിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ശരീരത്തിലെ സെല്ലുകളുടെ വളർച്ചയ്ക്കും റിപ്പയറിനും ഒക്കെ ചീര വളരെ നല്ലതാണ്. രണ്ടാമത്തെ ഇല ചേമ്പിലയാണ്, കൊലക്കേഷ്യ. പറമ്പുള്ളവർക്ക് ഇത് പ്രത്യേകിച്ച് വളർത്തിയെടുക്കാൻ പാടൊന്നുള്ളൊരു കാര്യമല്ല. ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചട്ടി ഉണ്ടെങ്കിലും നമുക്ക് ചേമ്പ് നട്ട് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ചേമ്പിൻ്റെ താളോ ഇലയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ചേമ്പിലില ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചേമ്പില കഴിക്കുമ്പോൾ നമ്മുടെ ദഹനം വളരെ നന്നായി നടക്കുന്നു. ഇതിൽ ഫൈബേഴ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വേവിച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, സി, ഫൈബർ എന്നിവയൊക്കെ ധാരാളമായിട്ട് ചേമ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ സമയത്ത് കഴിക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തേതാണ് മത്തൻ ഇല, പംകിൻ ലീവ്സ്. മത്തൻ ഇല ഇതുപോലെ പറമ്പുണ്ടെങ്കിലും മത്തൻ്റെ കുരു പാകിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് പടർത്തിയെടുക്കാം. ഇലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം. കായ ഇടുന്നില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട. നമുക്ക് ചട്ടി ഉണ്ടെങ്കിലൊക്കെ ബാൽക്കണിയിലും ഇതുപോലെ നമുക്ക് ഇലയ്ക്ക് വേണ്ടി മത്തൻ വളർത്താം. ഇല്ലെങ്കിലും മൈക്രോ ഗ്രീൻസ് ആയിട്ട് മത്തൻ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. മത്തൻ്റെ കുരു സൂക്ഷിച്ച് വെച്ച് ഉണക്കിയ ശേഷം നമുക്ക് മൈക്രോ ഗ്രീൻസ് എങ്ങനെ വളർത്തിയെടുക്കുന്നു അതേ രീതിയിൽ തന്നെ ഇത് പാകി മുളപ്പിച്ച് ചെറിയ ഇലയാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം. മത്തൻ്റെ ഇലയിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ ഡി ഉണ്ട്, ഫോസ്ഫറസ്, കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പല്ലിൻ്റെ ആരോഗ്യത്തിനും മോണയുടെ ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നാലാമത് ഞാൻ കഴിക്കുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഇലക്കറിയാണ്. അത് കർക്കിടക മാസത്തിലും കഴിക്കാറുണ്ട്. ഉള്ളിത്തണ്ട്.
അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. വിഷമില്ലാത്ത ഉള്ളിത്തണ്ട് സുഖമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകിച്ചും മഴക്കാലത്ത് ഉള്ളി വാങ്ങുമ്പോൾ പലതും മുളച്ചിട്ടാണ് വരാറ്. ഇത്തരം ഉള്ളി തൈരിൻ്റെയൊക്കെ കണ്ടെയ്നേഴ്സിനകത്ത് കുറച്ച് മണ്ണ് ഇട്ടിട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനലിൻ്റെ സൈഡിൽ തന്നെ ഈ ഉള്ളിത്തണ്ട് വളർത്തിയെടുക്കാം. ചെറുതായിട്ട് എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്യണം. ധാരാളം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഇതിനകത്ത് വൈറ്റമിൻ എ, കാൽസ്യം, ഫോളേറ്റ് തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഫൈബറും ധാരാളമായിട്ടുണ്ട്. ഇത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കോൾഡിനെയൊക്കെ തടയാനുള്ളൊരു ശേഷിയുണ്ടെന്ന് പറയാറുണ്ട്. അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. എല്ലിൻ്റെ ആരോഗ്യം, കണ്ണിൻ്റെ ആരോഗ്യം ഇതിനൊക്കെയും ഉള്ളിത്തണ്ട് നല്ലതാണ്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഉള്ളിത്തണ്ട് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം ഈ കർക്കിടക മാസത്തിൽ. ഇനി അഞ്ചാമത്തേതാണ് ഉലുവ ഇല. ഉലുവ ധാരാളമായിട്ട് നമ്മൾ ഈ സമയത്ത് പലരും കഴിക്കുന്നുണ്ട്. ഉലുവ ഇലയും കഴിക്കാം. അപ്പോൾ ഉലുവ ഇല നമുക്ക് മൈക്രോഗ്രീൻസ് ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം. ഉലുവ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മളൊരു ട്രെയിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് പാകിയ 2 ദിവസം കൊണ്ട് ഇത് മുളച്ച് കിട്ടും. വിൻഡോ സൈഡിൽ തന്നെ വെക്കാം. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ദിവസവും ഒരു 2 തവണ. ഈ ഉലുവയുടെ മൈക്രോഗ്രീൻസ് ആണ് ഞാൻ സാധാരണയായിട്ട് കഴിക്കാറ്. ഇതിൽ ധാരാളമായിട്ട് കാൽസ്യം, മാഗ്നീഷ്യം, വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഫോളിക് ആസിഡ്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി എന്നിവയൊക്കെ ഉലുവയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഉലുവയില അല്ലെങ്കിൽ മേത്തി ലീവ്സ്, മേത്തി എന്നും പറയും. ഇതിൽ അയണും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹാർട്ട് ഹെൽത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇലയാണ്. ഇനി ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു ലൈഫ് സേവറാണ്. ഹീറോ എന്ന് പറയാം, പയറില. അതായത് ചെറുപയറിൻ്റെ ഇലയാണ്. പീ ഷൂട്ട്. ഇത് സാധാരണ ഞാൻ മൈക്രോഗ്രീൻസ് ആയിട്ടാണ് കഴിക്കാറ്. ചെറിയ ഇലകൾ. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ വളർത്തിയെടുക്കാം. ഈ ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻസ്, ഉലുവ ഇലയും ചെറുപയർ ഇലയും ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന 2 മൈക്രോഗ്രീൻസ് ആണ്. അപ്പം ദിവസവും നമുക്ക് ലഭിക്കേണ്ട പോഷകങ്ങളുടെ ഒരു അളവാണ് ഡെയിലി വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ 35% വൈറ്റമിൻ സി 1 കപ്പ് ചെറുപയറിൻ്റെ ഇലയിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ 15% വൈറ്റമിൻ കെയും നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ ഇതിൽ നിന്നും കിട്ടും, 1 കപ്പ് ചെറുപയറിൻ്റെ ഇലയിൽ നിന്നും. വൈറ്റമിൻ കെയുടെ ഒരു എക്സലൻറ്റ് സോഴ്സാണ്. ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ B6, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫൈബർ. അപ്പോൾ വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്ത് പോഷകങ്ങൾ കളയരുത്. വളരെ ചെറിയ തീയിൽ കുക്ക് ചെയ്ത് കഴിക്കുക. പ്രത്യേകിച്ച് മൈക്രോഗ്രീൻസ് നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ വളരെ മിനിമം കുക്കിംഗ് മതി മൈക്രോഗ്രീൻസ് ആകുമ്പോൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.